ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സൂചന. രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയെന്നാണ് വിവരം. അമൽ തേനമ്പറമ്പിലുണ്ട് വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് നമ്മൾ രാവിലെ ലൈവ് തുടങ്ങുന്ന സമയത്ത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കണ്ണൻ നായർ അടൂരിലെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ഇപ്പോൾ ഏകദേശം ഒരു വിവരമാണ് ലഭ്യമായിട്ടുള്ളത്, അല്ലേ? എത്തുമായിരിക്കുമോ ഇന്ന് സഭയിലേക്ക്? മോദി രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ രാഹുൽ സഭയിലേക്ക് എത്തും. സഭയിൽ ഇന്ന് കാര്യമായ നടപടിക്രമങ്ങളില്ല. മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ, അതോടൊപ്പം തന്നെ PP തങ്കച്ചൻ, വാഴൂർ സോമൻ MLA, ഇവർക്ക് മുൻ MLA ഇവർക്ക് അനുശോചനം അർപ്പിച്ച് പിരിയുക മാത്രമാണ് ഇന്നത്തെ നടപടിക്രമം. നാളെ മുതലാകും സജീവ ചർച്ചയിലേക്ക് കിടക്കുക. രാഹുൽ ഇന്നിപ്പോൾ സഭയിലെത്തിയാലും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കാര്യമായ പ്രതിഷേധം ഉണ്ടാകില്ല എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെയായി രാഹുൽ ആശയവിനിമയം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഹുൽ ഇന്ന് സഭയിലേക്ക് എത്തുന്നതാകും ഒരു റീ എൻട്രിക്കുള്ള അല്ലെങ്കിൽ ഒന്ന് ലാൻഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്നുള്ളത് തന്നെയാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ എത്തട്ടെ എന്നുള്ളതാണ് നിലപാട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് തുടക്കം മുതൽ രാഹുൽ വരുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മൂർച്ച കുറഞ്ഞു പോകും. ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും രാഹുൽ എന്ന ഒരൊറ്റ വിഷയം ഉയർത്തി പ്രതിരോധം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരു ഭാഗം നേതാക്കൾ പറയുന്നത്. പക്ഷേ രാഹുൽ ഈ വിഷയം ഉയർന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് 2 വട്ടം വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മൾ കണ്ടത് തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്ര എന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിപ്പിച്ച് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷേ അധികം ദൂരം പോരാതെ അടൂരിൻ്റെ ആ ഭാഗം വരെ വന്ന് രാഹുൽ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്തത്. അന്ന് MLA ബോർഡ് വെച്ച വാഹനവുമായാണ് രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ അതിനുശേഷം പിന്നീട് രാഹുലിനെ അങ്ങനെ പുറത്തേക്ക് കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിനപ്പുറത്തേക്ക് രാഹുൽ പ്രതികരിക്കുന്നില്ല. രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നില്ല. മാത്രമല്ല പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ മാറി നിൽക്കുകയാണ്. അങ്ങനെയുള്ള രാഹുലിന് ആ വിഷയങ്ങളുടെ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ആരോപണങ്ങളൊക്കെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന സമയത്തേതുപോലെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആരോപണങ്ങൾ അങ്ങനെ ഇപ്പോൾ വരുന്നില്ല. പക്ഷേ ആ ഒരു ഘട്ടത്തിലും രാഹുലിന് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ പരിപാടികളിൽ പങ്കെടുക്കാനോ കഴിയുന്നില്ല. അതൊരു പ്രതിസന്ധിയായി നിലനിൽക്കും. ഇനിയിപ്പോൾ പാലക്കാട് പോയി ഏതെങ്കിലും ഒരു പരിപാടിയിൽ രാഹുലിന് പങ്കെടുക്കണമെങ്കിൽ കൂടി അത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയിൽ രാഹുൽ പങ്കെടുക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. രാഹുൽ സഭയിലെത്തിയാൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. KK രമ MLA ആണ് അങ്ങനെ ബ്ലോക്കായി ഇരിക്കുന്ന മറ്റൊരാൾ. അപ്പോൾ അങ്ങനെ രാഹുലിന് അവിടെ ഇരിക്കേണ്ടി വരും. സംസാരിക്കാനൊക്കെ ലഭിക്കുന്ന സമയം കുറവാണെങ്കിൽ കൂടി തൻ്റെ നിലപാടുകൾ സഭയിൽ വിശദീകരിക്കാൻ ഒരു അവസരം രാഹുലിന് ലഭിക്കും എന്നുള്ളതാണ് ഇതിലൊരു ഗുണമായി കാണുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധമുണ്ടായാലും പിന്നീടുള്ള ദിവസങ്ങളിൽ സഭാ സമ്മേളനം നടത്തിക്കൊണ്ട് പോകേണ്ടത് ഭരണപക്ഷത്തിൻ്റെ കൂടി ആവശ്യമാണ്, സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ്. അതിനാൽ തന്നെ അങ്ങനെ സഭ മുടക്കിയുള്ള ഒരു പ്രതിഷേധമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത പ്രതിപക്ഷം ഇപ്പോൾ കാണുന്നില്ല. അതിനാൽ തന്നെ രാഹുൽ സഭയിലേക്ക് വരട്ടെ. ഏറ്റവും അടുത്ത ദിവസം രാഹുൽ പാലക്കാടും ചില പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ആലോചനയാണ് നടത്തുന്നത്. അങ്ങനെ ഒന്ന് സജീവമാകുക എന്നുള്ളത് തന്നെയാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ന് രാഹുൽ സഭയിലെത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം അവസാന ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഒരു മണിക്കൂർ കൂടി കാത്തിരുന്നാൽ എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായ വ്യക്തത ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി അമൽ, ഏതായാലും നമുക്ക് നോക്കാം വരുമോ ഇല്ലയോ എന്നത്. സഭയിലേക്ക് തിരികെ വരാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാണ് സാധ്യത എന്നറിയുന്നു. സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കാനുള്ള ആദ്യപടി എന്നോണം ഒരുപക്ഷെ ഈ സഭാപ്രവേശത്തെ കാണാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ വലിയ ആരോപണങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കേസുകൾക്കും ഒക്കെ ഇടയിൽ പെട്ട് ഇരിക്കുന്ന സമയത്തും. പക്ഷേ പ്രത്യേക ബ്ലോക്കായി ഇരിക്കണം എന്നതാണ് മറ്റൊരു കാര്യം. ഏതായാലും നമുക്ക് നോക്കാം സഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നത്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.